വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വഴി ഒരു വലിയ പണി വരുന്നുണ്ട്. ഞാൻ പറയാറ് എന്താണെന്നല്ലേ, ഇതാണ് ഗൈസ് ആ പണി. ഇതെല്ലാം എപ്പം ഞാൻ നന്നാക്കി തീരുമോ എന്തോ. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. ചെമ്മീനെന്ന് പറയുന്ന സാധനം കഴിക്കാൻ നല്ല രസമാണ്. പണ്ട് വീട്ടിലൊക്കെ ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മുന്നിൽ വെച്ച് തരുമ്പം നല്ല അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുമായിരുന്നു. സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അത് ഉണ്ടാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായത് ഗൈസ്. ഇതൊന്ന് നന്നാക്കിയെടുക്കാൻ പെടുന്ന ബുദ്ധിമുട്ട് അത് വളരെ വലുതാണെന്ന് സ്വന്തമായി കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. ആക്ച്വലി മീനൊന്നും നന്നാക്കാൻ എനിക്ക് വലിയ വശമില്ല. ഞാനിതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് ഗൈസ് എങ്ങനെയാണ് നമ്മൾ ചെമ്മീൻ നന്നാക്കുന്നത് എന്നൊക്കെ പഠിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് നന്നാക്കി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെ. ഇനി നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി ഒന്ന് നമുക്ക് ശരിപ്പെടുത്തിയെടുക്കാം. നമ്മൾ നന്നാക്കിയ ചെമ്മീനൊന്ന് കഴുകിയെടുക്കാം ഗൈസ്. ഞാനത് നമ്മുടെ ചെമ്മീൻ പൊരിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ഇത് ചെമ്മീനിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ദെൻ നെക്സ്റ്റ് മുളക് പൊടി ഇട്ടു. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ, ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചതച്ച് വെച്ചതാണത്. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം അത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഓയിലും എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പം ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇവിടെ മസാലയൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലേൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് നമ്മളെ ചെമ്മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഞാനിതിനൊന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ആ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും കറിവേപ്പിലേൻ്റെ ഒക്കെ ആ ഒരു ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്കിനിത് പൊരിച്ചെടുക്കാം. അവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നു. നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ഇടുന്നു, വറുത്ത് കൊടുക്കുന്നു. ഓക്കെ ഗായ്സ്, നമ്മൾ ഒരുപാടൊന്നും എണ്ണ എടുക്കുന്നില്ല. ഈ മൊത്തം ചെമ്മീനിലേക്ക് നമ്മൾ ആകെ എത്ര എണ്ണ എടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ചെമ്മീൻ ഇതിലേക്ക് ഇടാൻ പോവാണ്.
മൊത്തം ചെമ്മീനും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിച്ചാലോ. ചോറും ഇതിന്ന് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഞാൻ കറിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം ചെമ്മീൻ ഫ്രൈ. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ ഗായ്സ്. ബൈ.